ആദ്യം ബ്രീത്തിങ് എക്സസൈസസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ണുകൾ അടച്ചിട്ട് വേണം എല്ലാ ബ്രീത്തിങ്ങും ചെയ്യാനായിട്ട്. പിന്നെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് ഒരു പോസ്ചറിൽ നിങ്ങൾ ഇരിക്കണം. എങ്ങനെയാണ് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അപ്പം നിങ്ങളുടെ കംഫർട്ടബിൾ പോസ്ചറിൽ നിങ്ങൾ ഇരിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന സ്ഥലം, ഒരു അന്തരീക്ഷം ഇത്തിരി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ. ആദ്യമായി നോർമൽ ബ്രീത്തിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായി കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നമ്മൾ നമ്മുടെ ശ്വാസത്തിന് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ശ്വാസം വലിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. 3 തവണയാണ് നമ്മൾ എല്ലാ എക്സസൈസസും ചെയ്യുന്നത്. ഇത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നോർമൽ ബ്രീത്തിങ് ചെയ്യാം. അടുത്തതായി 4-5-8 ബ്രീത്തിങ് ടെക്നിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായി 4 സെക്കൻഡ് ബ്രീത്തിങ് ചെയ്ത് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് 8 സെക്കൻഡ് നമ്മൾ എക്സ്ഹേൽ ചെയ്യണം. കണ്ണുകൾ മെല്ലെ അടച്ച് ശ്വാസം 4 സെക്കൻഡ് പിടിക്കുക, 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 8 സെക്കൻഡ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇത് നമുക്ക് ഇനി 3 തവണ ചെയ്ത് നോക്കാം. കണ്ണുകൾ മെല്ലെ അടച്ച് ബ്രീത്ത് ഇൻ, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്. നമ്മൾ 3 തവണ ഇത് ചെയ്യണം. ഇത് 5 മിനിറ്റ്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്തതായി ആൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിങ്. അതിനായി സ്ക്രീനിൽ കാണിച്ചതുപോലെ കൈകൾ പിടിക്കുക. ഒരു വശത്തെ മൂക്ക് അടച്ച് പിടിച്ച് മറുവശത്തെ മൂക്കിന്ന് ശ്വാസം വലിക്കുക. ശ്വാസം വലിച്ച് മൂക്ക് അടച്ച് പിടിച്ച് മറുവശത്തെ മൂക്കിന്ന് എക്സ്ഹേൽ ചെയ്യുക. അത് തന്നെ നമ്മൾ 2 തരം ചെയ്യണം. ഇത് നമ്മൾ ഒരു 5 മിനിറ്റാണ് ചെയ്യേണ്ടത്. അടുത്തതായി കപാലഭാതി പ്രാണായാമം. അതിനായി 3 തവണ നോർമൽ ബ്രീത്തിങ് ചെയ്യുക. അത് കഴിഞ്ഞ് 4ാം തവണ ഇൻഹേൽ ചെയ്ത് ഫോഴ്സ്ഫുള്ളി 5 തവണ എക്സ്ഹേൽ ചെയ്യാം. ഇത് നമ്മൾ 3 റൗണ്ട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 3 തവണ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നോർമൽ ബ്രീത്തിങ് എടുത്തിട്ട് പിന്നെ ഫോഴ്സ്ഫുൾ എക്സലേഷൻ ചെയ്യാൻ പാടുള്ളൂ. എക്സലേഷൻ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈം കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. ഈ 5 ടൈംസ് എന്നുള്ളത് 10 ടൈംസ് 20 ടൈംസ് ഒക്കെ ചെയ്യാൻ പറ്റും. തുടക്കം 5 ടൈം ചെയ്യുക. ആൻഡ് ഇതൊരു 2 to 3 മിനിറ്റ്സ് ചെയ്യാം. അടുത്തതായി ഭ്രമരി പ്രാണായാമം അഥവാ ഹമ്മിങ് ബീ ബ്രീത്ത്. അതിനായി കണ്ണുകൾ മെല്ലെ അടച്ച് ശ്വാസം വലിച്ച് വിരലുകൾ കൊണ്ട് ചെവി അടച്ച് ബ്രീത്തിങ് ഹോൾഡ് ചെയ്യുക. താടിയടിയിലേക്ക് മുട്ടിക്കുക. എക്സ്ഹേൽ ചെയ്യുമ്പോൾ നമ്മൾ ബിയുടെ ശബ്ദം വെച്ചിട്ട് ശബ്ദം വെച്ചിട്ട് നമ്മൾ എക്സ്ഹേൽ ചെയ്യണം. അത് നമ്മൾ 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ്ഹേൽ ചെയ്യുമ്പോൾ ബിയുടെ ഹമ്മിങ് ശബ്ദം വെച്ച് എക്സ്ഹേൽ ചെയ്യണം. നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ ബ്രെയിനിന് ഒരു വൈബ്രേഷൻ കിട്ടണം.